നമ്മുടെ ഈ ഗ്രൂപ്പിലെ ഹെൽത്തി കുട്ട ജിമ്മിലൊക്കെ പോയിട്ട് വന്നു. ഡിസിപ്ലിൻഡ് ആണ്. ഒട്ടും അല്ല കേട്ടോ, വെറുതെ ഓരോ മൂടാ. ചിലപ്പം അങ്ങ് ഒത്തു കിട്ടിയാ അങ്ങ് ചെയ്യും. അതെ, ജിതിൻ വിളിച്ചോണ്ടാണ് and he was like very convincing. ജിതിൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് ഒരു എസ്കേപ്പ് ഇല്ല, ചെയ്തേ പറ്റൂ. ഗണ്ണ് യൂസ് ചെയ്യാറ് എന്റെ ഗണ്ണൊന്നും ഇല്ല. സിനിമയിലൊക്കെ ഗണ്ണ് കിട്ടുമ്പോ കറക്റ്റ് ആയിട്ട് പിടിക്കാനും നോക്കാനും ഒക്കെ. ഈ പാൻ ഇന്ത്യൻ വാക്കൊക്കെ വരുന്നതിന് കുറെ മുമ്പേ തന്നെ പാൻ വേൾഡ് ആയ ആളാണ് നമ്മുടെ നിശാന്ത് ഏട്ടൻ. ഏതാണെന്നറിയോ? പൈറേറ്റ്സ് ബ്ലഡ്. ഒരു അത് സണ്ണി ലിയോൺ അങ്ങനെ പറയുമ്പോ പാൻ ഇന്ത്യൻ സംഭവം. വൈ യു ഷുഡ് വാച്ച് ധീരം എന്ന് എങ്ങനെ പറയാൻ പറ്റും എല്ലാവർക്കും? ബാക്ക് സ്റ്റോറിയാണ് ഈ സിനിമയിലേക്ക് എന്നെ ആകർഷിച്ചത്. കാരണം ഇതിനു മുമ്പ് അധികം മലയാളത്തിൽ പറഞ്ഞിട്ടില്ലാത്തൊരു കഥ ഇതിന്റെ ബാക്ക് സ്റ്റോറിയിൽ പറയുന്നുണ്ട്. അധികം അങ്ങനെ സഞ്ചരിച്ചിട്ടില്ലാത്ത ചില മേഖലകളിലൂടെ കടന്നു പോകുന്നൊരു ബാക്ക് സ്റ്റോറി ഈ സിനിമയ്ക്കുണ്ട്. വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലായി. ആ സബ്ജക്റ്റ് എന്നെ ഭയങ്കര ടച്ച് ചെയ്തു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ആ സബ്ജക്ട് ഷെയർ ചെയ്തു. അവനോട് പറഞ്ഞു, ഇത് ആരെഴുതി, എന്ത് ക്രൂരനാണ് എന്നൊക്കെ ആ രീതിയിലാണ് എന്നോട് ചോദിച്ചത്. സത്യസന്ധമായിട്ട് ഭയങ്കര കരഞ്ഞിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട പടം ത്രീ കിങ്സ്. അന്ന് ഇറങ്ങിയതിനെ കാട്ടി ഫാൻ ബേസ് ആണ് ഇപ്പൊ ഒരു മൾട്ടി സ്റ്റാർ സിനിമ ഫുൾ സ്ലാപ്സ്റ്റിക് ഹ്യൂമർ വെച്ചിട്ട് കാർട്ടൂൺ സ്ലാപ്സ്റ്റിക് ഹ്യൂമർ പോലെ ചെയ്യാന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം അങ്ങനത്തെ ഒരു സാധനം നമ്മളത് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞതുപോലെ അന്ന് അത് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് കുറേ ട്രോൾസും മീംസും ഞാൻ ഇങ്ങനെ ഒരു റൂമർ കേട്ടു, നെക്സ്റ്റ് രാജുവേട്ടൻ ഡയറക്ട് ചെയ്യാൻ പോകുന്ന മൂവിയിൽ ഇന്ദ്രിത്തേട്ടനാണ് ലീഡായിട്ട് വരുന്നത്. ശരിക്കും അതിൽ സത്യമുണ്ടോ? ഞാൻ വൃത്തിയെടുത്ത് സംസാരിച്ചിട്ടാണ്. മലയാളത്തിലെ ന്യൂ ക്രൈം ത്രില്ലർ മിസ്റ്ററി മൂവി ധീരം ടീമാണ് ഇന്ന് ക്ലബ് ഓഫ് എമ്മിൽ ആദർശിനോടൊപ്പം. പോലീസ് ഐ കാണ്ട് അവോയ്ഡ് ഇറ്റ്. എന്തുകൊണ്ടാണ് ധീരം? പോലീസ് വേഷങ്ങൾ നമ്മൾ പല സിനിമകളിൽ ചെയ്യുന്നുണ്ടെങ്കിലും സിനിമകളെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ ഇതിപ്പോ ഒരു സീരിയൽ മർഡർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. ആ ജോണറെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളുടെ കണക്കെടുത്താൽ ഒരുപാട് നല്ല സിനിമകൾ ഈ ഒരു ജോണറിൽ വന്നിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഈ സിനിമകളെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ പുറകിലുള്ളൊരു കഥ, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെയുള്ള സിനിമകൾക്കൊക്കെ ഒരു പാറ്റേൺ ഉണ്ടോ? കാരണം ബാക്ക് ടു ബാക്ക് ഓരോരോ കൊലപാതകങ്ങൾ നടക്കുന്നു, അതിന് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു, തെളിവെടുപ്പ് നടക്കുന്നു. ആ ഒരു പ്രോസസ്സ് ഈ സിനിമയിലും ഉണ്ട്. പക്ഷേ ഈ സിനിമകളെ, ഈ ജോണറിലുള്ള സിനിമകളെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു സസ്പെൻസ് റിവീൽ ആകുമ്പോഴുള്ളൊരു ബാക്ക് സ്റ്റോറിയാണ്. അപ്പൊ ആ ബാക്ക് സ്റ്റോറിയാണ് ഈ സിനിമയിലേക്ക് എന്നെ ആകർഷിച്ചത്. കാരണം ഇതിനു മുമ്പ് അധികം മലയാളത്തിൽ പറഞ്ഞിട്ടില്ലാത്തൊരു കഥ ഇതിന്റെ ബാക്ക് സ്റ്റോറിയിൽ പറയുന്നുണ്ട്. അധികം അങ്ങനെ സഞ്ചരിച്ചിട്ടില്ലാത്ത ചില മേഖലകളിലൂടെ കടന്നു പോകുന്നൊരു ബാക്ക് സ്റ്റോറി ഈ സിനിമയ്ക്കുണ്ട്. സോ അതാണ് പ്രൈമറിലി എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചൊരു ഘടകം. പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു പ്രസന്റേഷൻ രീതി. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ ജോണറിലുള്ള സിനിമകൾ ഒരു പർട്ടിക്കുലർ ഒരു ഫോമാറ്റ് ഉണ്ട്. ഈ പോലീസുകാർ സ്പോട്ടിലെത്തുന്നു, അവർ തെളിവെടുക്കുന്നു, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് വിഷ്വലി അത് ഡിഫറെൻ്റ് ആക്കാൻ ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള സീൻസ് ഒക്കെ വളരെ വേറൊരു രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ എങ്ങനെയാണെന്ന് പറയുന്നില്ല, സിനിമ കാണുമ്പോൾ മനസ്സിലാവും. സോ അതും ഒക്കെ എനിക്കൊരു പുതിയൊരു ട്രീറ്റ്മെന്റും പിന്നെ മൊത്തത്തിൽ പുതിയൊരു ടീമാണ്. ഇപ്പോൾ ജിതിനാണെങ്കിലും ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് പുതിയ ആൾക്കാരാണ്. അപ്പോൾ പുതുതായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പുതുതായിട്ട് സിനിമയ്ക്ക് സമ്മാനിക്കണമെന്ന് എക്സ്ട്രീംലി പാഷനേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒത്തുകൂടി ഒരു ഡിഫറെന്റ് ആയിട്ടൊരു സബ്ജക്ട് പറഞ്ഞപ്പോൾ അതിന് കൈ കൊടുക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ധീരത്തിലേക്ക് വരുന്നത്. ജിതിൻ ബ്രോ, ശരിക്കും ഏതായിരുന്നു ഏറ്റവും ചലഞ്ചിങ്? ആക്ടറിനെ കൺവിൻസ് ആക്കുന്നതായിരുന്നോ അല്ല പ്രൊഡ്യൂസറിനെ കൺവിൻസ് ആക്കുന്നതായിരുന്നോ? ഫസ്റ്റ് പടമാണ്. ആക്ച്വലി രണ്ടും ഭയങ്കര പാടുള്ള സംഭവമാണ്. കാരണം ഞാനൊരു ഫ്രഷറായ ഡയറക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൊഡ്യൂസറെ പോയി കൺവിൻസ് ചെയ്യലും അതുപോലെ തന്നെ ഒരു ആക്ടറിനൊക്കെ പോലും രണ്ടും ഒരേപോലത്തെ ഡിഫിക്കൽട്ടായ കാര്യമാണ്. കാരണം ഒരു പ്രൊഡ്യൂസറൊക്കെ പോകുമ്പോൾ അവർ ഫസ്റ്റ് ചോദിക്കും ഏത് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ആളെ ചോദിക്കും. ഏതെങ്കിലും ആർട്ടിസ്റ്റിനെ പോകുമ്പോൾ അവർ ചോദിക്കും ഏത് പ്രൊഡക്ഷനാണ് ബാനർ എന്ന് ചോദിക്കും. പക്ഷേ അത് എങ്ങനെയല്ലോ ടാക്കിൾ ചെയ്തിട്ടാണ് നമ്മളിപ്പം ഈ സിനിമ ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പ്രൊഡ്യൂസർ തന്നെയാണ് കഥ ആദ്യം പറഞ്ഞത്. അതിനുശേഷമാണ് ഞാൻ ഇന്ദ്രനെ കാണാൻ പോയത്. ഓക്കെ, വൈ ക്രൈം ത്രില്ലർ? ആദ്യത്തെ പടം തന്നെ ഒരു ക്രൈം ത്രില്ലർ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ആക്ച്വലി ആദ്യത്തെ
എനിക്ക് ക്രൈം ത്രില്ലർ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ത്രില്ലർ ആയിരുന്നു എൻ്റെ ജോണർ. എനിക്ക് ത്രില്ലർ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആദ്യം എൻ്റെ ഒരു സിനിമ ഞാൻ എഴുതിയ ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വർക്കിംഗ് ടൈറ്റിൽ മെമ്മറീസ് ഓഫ് ജൂൺ എന്നാണ്. അപ്പൊ ആ സിനിമ ഞാൻ എഴുതിയപ്പം എനിക്ക് ഞാൻ കണ്ണൂർക്കാരനാണല്ലോ, അപ്പൊ നമ്മുടെ കണ്ണൂർ ഭാഷ അതിലേക്ക് കയറി വരും ഡയലോഗ്സിൽ. അപ്പൊ അതൊന്ന് റീറൈറ്റ് ചെയ്യിക്കാനാണ് ഞാൻ ദീപുവിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ ഇരുന്നിട്ട് എഴുതുന്ന സമയത്ത് ദീപുവിന്റെ കുറെ സ്ക്രിപ്റ്റ് എന്നോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ദീപു എന്നോട് ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് റൂമിൽ ഇപ്പോൾ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, അവിടെ ഞാൻ ഒരു PDF അയച്ചിട്ടുണ്ട്, വെറുതെ ഒന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലായി. ആ സബ്ജക്റ്റ് എന്നെ ഭയങ്കര ടച്ച് ചെയ്തു. അടിപൊളി സബ്ജക്റ്റ് ആണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ആ സബ്ജക്റ്റ് ഷെയർ ചെയ്തു, ഒരു ഫീമെയിൽ. എനിക്കൊരു ഫീമെയിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് അറിയാനായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എന്നോട് മെസ്സേജ് ഞാൻ വായിച്ചപ്പോൾ എന്നെ തിരിച്ചു വിളിച്ച് ഭയങ്കര കരയുന്നു. എന്നോട് പറഞ്ഞു, ഇത് ആരെഴുതി, എന്ത് ക്രൂരനാണ് എന്നൊക്കെ ആ രീതിയിലാണ് എന്നോട് ചോദിച്ചത്. സത്യസന്ധമായിട്ട് ഭയങ്കര കരഞ്ഞിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഇത്ര ക്രൂരനായ എഴുത്തുകാരൻ ആരാന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ, എനിക്ക് കിട്ടുന്ന ഫീൽ എന്തായാലും കിട്ടുന്നുണ്ടെന്നൊരു കിട്ടി. അപ്പം പക്ഷെ അന്ന് ഈ സബ്ജക്ട് എനിക്ക് വേണ്ടി എഴുതിയതല്ല കേട്ടാ, മറ്റൊരു ഡയറക്ടർ ചെയ്യാനിരുന്ന സാധനമാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് ഞങ്ങൾ കൺകെട്ട് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി എന്നോട് പറഞ്ഞാൽ നീ ഈ സബ്ജക്ട്, കാരണം എനിക്ക് പേഴ്സണലി സബ്ജക്ട് ഇഷ്ടമായിരുന്നു പുള്ളിയോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ തിരിച്ച് എന്നിലേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഫൈൻ, ഇത് ഫസ്റ്റ് പടമായി തന്നെ ഞാൻ തന്നെ ചെയ്യാം. പിന്നെ മൊത്തത്തിലൊരു കൊറിയൻ സിനിമ ആരാധകനാണ്. അപ്പൊ അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും മൊത്തത്തിൽ ഒരു ഡാർക്കാണ്. അല്ല, ഞാൻ ചേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മളിപ്പം എസ്പെഷ്യലി ചേട്ടാ കൊറോണ ടൈമിൽ നമുക്ക് വേറെ ഒരു പണിയില്ലല്ലോ. അപ്പൊ നമ്മളാകെ ഒരു ദിവസം 4-5 പടം കാണും. സെയിം രാവിലെ ഉച്ചക്ക് 4-5 പടം കാണും. അങ്ങനെ ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ വന്നു. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല, അസഹിഷ്ണുമായ മൈഗ്രെയിൻ. ഡോക്ടറിനെ പോയി ചോദിച്ചപ്പോ എന്താ റുട്ടീൻ എന്ന് ചോദിച്ചു. രാവിലെ മൊബൈലിൽ വന്നു. അപ്പൊ അയാൾ പറഞ്ഞ ആദ്യം ടെലിഗ്രാം ഡിലീറ്റ് ചെയ്തു. അപ്പൊ അത്രമാത്രം സിനിമകൾ ഉണ്ട്. ആ സമയത്താണ് കൊറിയൻ പടങ്ങൾ പണ്ടേ കാണാറുണ്ട്, പക്ഷെ കൂടുതലും ആ സമയത്താണ് കൊറിയൻ പടങ്ങൾ കൂടുതൽ കണ്ടത്. ഫേവറേറ്റ് 1 ചോദിച്ചാൽ ഏത് പറയും? ഉറപ്പായിട്ടും ഫേവറേറ്റ് 1 ബാഡ് ബോയ് ആണ്. ബാഡ് ബോയ് ആണ്, ഓഫ് കോഴ്സ്. ബാഡ് ബോയ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കുന്നു ബാഡ് ബോയ് ഒരുപാടുണ്ട് കേട്ടാ. ഫൊഗോട്ടൺ, ബാഡ് ബോയ്, 2017. അതെ, ഐ സോ ദ ഡെവിൾ. ഭയങ്കര നമ്മളെ, അതായത് ഇന്റൻസ് ആയിരിക്കും അവരൊന്നും, അതായത് റോ ആണ്. അതിപ്പം എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് ആ ഡയറക്ടർ അല്ലെങ്കിൽ കഥാകൃത്ത്, അത് അവര് കൃത്യമായി 1% പോലും ട്രിം ചെയ്യാതെ ജനങ്ങളിലേക്ക് എത്തിക്കും. അതുകൊണ്ടാണ് എനിക്ക് കൊറിയൻ പടങ്ങളോട് ഇഷ്ടം. ഇനി നമ്മുടെ ഈ ഗ്രൂപ്പിലെ ഹെൽത്തി കുട്ട ജിമ്മിലൊക്കെ പോയിട്ട് ജിമ്മിൽ പോയിട്ട് നേരെ അരങ്ങുന്നില്ല. ഇന്ന് ഇന്റർവ്യൂ ഉണ്ടാവും എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ജിമ്മിൽ ഇടുന്ന ഡ്രസ്സാണിത്. അത് അതേപോലെ നേരെ ഓടി വരിക. ട്രിവാൻഡ്രത്ത് വന്നിട്ട് ജിമ്മിൽ പോയി. അതെ, താമസിക്കുന്ന ഹോട്ടലിൽ ഇങ്ങനെ അതെ ഒരു ചെറിയ ജിമ്മൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഉള്ള വെയിറ്റ് കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ടു. ഒട്ടും അല്ല കേട്ടോ, വെറുതെ ഓരോ മൂടാ. ചിലപ്പം അങ്ങ് ഒത്തു കിട്ടിയാ അങ്ങ് ചെയ്യും. അതെ, ചിലപ്പം ഒന്നും ചെയ്യാണ്ട് ഉഴപ്പാനായിരിക്കും തോന്നുന്നു. അപ്പൊ ഉഴപ്പും. അതെ, ഒത്ത് കിട്ടണം. ബ്രോ എങ്ങനെയാണ് ആക്ച്വലി ഫിലിമിലേക്ക് വന്നത്? ഇപ്പൊ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് ഇറങ്ങിയ പല ഫിലിംസിലും നിഷാന്ത് ബ്രോനെ കാണുന്നുണ്ട്. അപ്പം ഈ ഫിലിമിലേക്ക് എങ്ങനെയാണ് ലാൻഡ് ആയത്? ഇതില് എന്താ പറയാ, ജിതിൻ ഒരു ദിവസം എന്നെ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അപ്പം ഇന്ദ്രനാണത് എന്താ പറയാ ലീഡ് റോള് ചെയ്യുന്നത്. അപ്പം അതിലിങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. അപ്പം എന്താ പറയുക, ജിതിൻ വന്ന് കഥയൊക്കെ പറഞ്ഞപ്പം ഞാൻ ഒന്നാമത് ഈ ഒരാളുടെ ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ ആളുടെ ഒരു ഈ കേൾക്കുന്നതിലും ഈ മനുഷ്യരുടെ എനർജി എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കണക്റ്റഡ് ആവാറുണ്ട്. അപ്പോൾ ഇത് ഫുൾ എനർജിയിൽ എന്താ പറയുക, ഒരു എന്തൂസിയാസം ഉണ്ടല്ലോ, ഒരു പുതിയൊരു ഡയറക്ടറുടെ ഒരു മനസ്സിലൊരു ഒരു സാധനം കിട്ടി അത് ചെയ്യണം എന്നുള്ളൊരു. പിന്നെ എൻ്റെ ക്യാരക്ടറും ഒരു രസമുള്ളൊരു ക്യാരക്ടറായിട്ട് തോന്നി. നല്ലൊരു അപ്പിയറൻസും ഒരു ക്യാരക്ടർ സ്കെച്ചൊക്കെ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടാണ് ജിതിൻ വന്നത്. പിന്നെ ഇന്ദ്രജിത്താണ് ഹീറോ. അതെ, നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള. അതെ, അപ്പം അതെ, അങ്ങനെയൊക്കെയാണ്. ഇതിലെ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് മൊത്തം നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു ടീമായിട്ടാണ്. എൻ്റെ ക്യാരക്ടറും നിഷാന്തിന്റെ ക്യാരക്ടറും ദിവ്യയുടെ ക്യാരക്ടറും, ഞങ്ങൾ 3 പേരും പോലീസ് ഓഫീസേഴ്സാണ്. 3 പേരോട് ഒരുമിച്ച്
ഓരോരോ സ്ഥലങ്ങളിൽ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ടീം വർക്ക് പോലെയാണ് സിനിമയിൽ അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളി. ഇന്ദ്രിത്തായിട്ട് ഒരു സംശയം, ഇപ്പൊ നമ്മള് ഓരോ പോലീസ് സ്റ്റേഷൻ പുതുതായിട്ട് വരുമ്പോൾ നമ്മൾ അത് ഡിഫറെന്റ് ആക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഈ ഗണ്ണ് യൂസ് ചെയ്യുന്ന പോലെയുള്ള പല കാര്യങ്ങൾ ഇതിനു വേണ്ടി ട്രെയിനിങ് പോവാറുണ്ടോ, എങ്ങനെയാണ്? ഗണ്ണ് യൂസ് ചെയ്യാൻ ട്രെയിനിങ് ആയിട്ട് ഞാൻ പോയിട്ടില്ല. പക്ഷെ ഞാനൊരു മിലിറ്ററി സ്കൂളിൽ പഠിച്ചത് കൊണ്ട് കുറച്ചൊക്കെ അതിനെക്കുറിച്ച് എനിക്ക് ഒരു ഗ്രാഹ്യമുണ്ട്. സൈനിക് സ്കൂളിൽ നമുക്കൊരു ഫയറിംഗ് റേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു, അതിന്റെ കോമ്പറ്റീഷനും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗണ്ണ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പിടിക്കണം എന്നൊക്കെ ഉള്ളത് അതിന്റെ ബേസിക്സ് നമുക്ക് അവിടെ പറഞ്ഞു തരുമായിരുന്നു. ഗണ്ണ് യൂസ് ചെയ്യാൻ അറിയാം? ഗണ്ണ് യൂസ് ചെയ്യാൻ എൻ്റെ ഗണ്ണൊന്നും ഇല്ല. സിനിമയിലൊക്കെ ഗണ്ണ് കിട്ടുമ്പോൾ കറക്റ്റ് ആയിട്ട് പിടിക്കാനും നോക്കാനും ഒക്കെ അറിയാം. ഇപ്പം എനിക്കൊന്ന് 23 വർഷമായി സിനിമയിൽ ഇന്ദ്രേട്ടൻ വന്നിട്ട്. അപ്പൊ ഫേവറേറ്റ് ഒരു ഫാൻഗേൾ അപ്പോ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടർ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് ചൂസ് ചെയ്യും? ഈ ഫിലിം ഒഴിച്ച് ബാക്കി നോക്കിക്കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള ക്യാരക്ടർ വട്ടുചാനായിരിക്കും, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലെ. കാരണം അതൊരു പോലീസ് വേഷം എന്നുള്ളത് മാത്രമല്ല, കുറെ സംഭവങ്ങൾ ആ സിനിമയിൽ നടക്കുന്നുണ്ടെങ്കിലും ആ സംഭവങ്ങൾ അയാളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതും ആ സിനിമയിൽ പറയുന്നുണ്ട്. വട്ടുചാന്റെ കാര്യം പറയുകയാണെങ്കിൽ അയാൾ ഭയങ്കരമായ ഡിലമ്മയിൽ അല്ലെങ്കിൽ ഒരു ബാഡ് ചൈൽഡ്ഹുഡിലൂടെ കടന്നുപോയി, ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്ന് ഒരുപാട് വിഷമങ്ങളും ഒക്കെ ഉള്ളിൽ ഒതുക്കിപ്പിടിച്ച് പെർഫോം ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. എപ്പോഴും നമുക്ക് അങ്ങനെ അണ്ടർപ്ലേ ചെയ്യാൻ അത്ര എളുപ്പമല്ല. നമ്മൾ ഒരുപാട് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് ഷൗട്ട് ചെയ്യാനും ഒരുപാട് ഡയലോഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ ഉള്ളിൽ ഒതുക്കിപ്പിടിച്ച് കണ്ണിലൂടെ മാത്രം നോക്കി പെർഫോം ചെയ്യാന്ന് പറയുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അതൊരു ടഫ് ജോബാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ എന്റെ ഏറ്റവും ലെയർഡ് ക്യാരക്ടർ, പോലീസ് ക്യാരക്ടർ എനിക്ക് തോന്നുന്നു വട്ടുചാനായിരിക്കും. അല്ല, ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ വീടിന്റെ ചുവരിൽ ഒരാളുടെ പടമേ ഉള്ളൂ, മാപ്പ് ചെയ്യാൻ പറയില്ല. എന്റെ ഫേവറേറ്റ് ഒരു ക്യാരക്ടറാണ്. താങ്ക്സ് ടു മുരളി ഗോപി. അടിപൊളി. അവന്തികയിലേക്ക് വരാം. മോഡലിംഗ്, സിനിമ, ടെലിവിഷൻ എല്ലാത്തിലും ഒരുപോലുള്ള ആളാണ്. ഈ മൂവിയിലേക്ക് എങ്ങനെയാണ് അവന്തിക വന്നെത്തിയത്? മൂവീസ് ഞാൻ വിചാരിച്ചിട്ടില്ല ഗെറ്റ് ബാക്ക് ടു മൂവീസ്. പക്ഷേ ജിതിൻ വിളിച്ചോണ്ടാണ്, ആൻഡ് ഹി വാസ് ലൈക്ക് വെരി കൺവിൻസിങ്. ജിതിൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് ഒരു എസ്കേപ്പ് ഇല്ല, ചെയ്തേ പറ്റൂ. വെരി ഓണസ്റ്റ് ആണ്. എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, നല്ല കഥാപാത്രമാണ്, യു ഗോ ഫോർ ഇറ്റ്. ഐ സെഡ് നോ ജിതിൻ, ഐ എം നോട്ട് യൂസ് ടു ദിസ്, യുനോ. ഒരു മൂവിയിൽ ഈ ബാക്ക് ടു മൂവീസ് വരെ പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. സോ ഈ സെഡ് നോ നോ യു ക്യാൻ ഡു ഇറ്റ്, ആൻഡ് ഓക്കെ എന്ന് കൺവിൻസ് ചെയ്തു. എന്നാൽ ലാസ്റ്റിൽ ഒരു കോള് വന്നു, അതെ യു ഹാവ് സീൻസ് വിത്ത് ഇന്ദ്രജിത്ത് സർ. I said okay. Convincing star. Convincing illa. It's like a bomb. You know, first scene with Indrajit sir is like, oh God, ഞാൻ എന്ത് ചെയ്യും? Preparation എന്ത് ചെയ്യണോ? ഇല്ല. On the first day itself, it was so good. I felt like, you know, അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. He was so good to us, to all of us, in fact. So credit goes to the co-actor, whoever works with us, you know. Especially, he's such an icon. Thank you. Yeah. Proud moment. Yes. So it was lovely working. ശരിക്കും ഒരു ക്രൈം ത്രില്ലർ ആണെങ്കിലും നിങ്ങളുടെ സെറ്റിൽ അതൊരു ഫൺ മോഡായിരുന്നല്ലേ? ഫണ്ണോ? എനിക്ക് വേണ്ടി ഫണ്ണായിരുന്നില്ല കേട്ടോ. I mean, കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ it was fun, but rolling and all those, you know, ആ ഒരു സമയത്ത് and all, you are in the character and he is this, you know, നമ്മൾ ആ ഒരു ടിവിയിൽ, ഐ മീൻ സിനിമയിൽ കാണുന്ന ഒരു വ്യക്തിയില്ലേ, അപ്പൊ നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഐ എം സീയിങ് ഹിം ഫസ്റ്റ് ടൈം. അപ്പൊ നേരിട്ട് കാണുമ്പോൾ ലൈക്ക് ഐ വാസ് ഷിവറിംഗ്, ലിറ്ററലി ഷിവറിംഗ്. ആൻഡ് യു നോ, കുഡോസ് ടു ഹിം ദാറ്റ് ഹി മേഡ് us feel like, you know, it's nothing, it's just you can do it. ഇന്ദ്രജിത്തേട്ടൻ, ഞാൻ സത്യം പറയട്ടെ, ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട പടം ഇന്ദ്രജിത്തേട്ടന്റെ പടമാണ് ത്രീ കിങ്സ്. ഞാൻ ആദ്യമായിട്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോയി കാണുന്ന പടമാണ്. അന്ന് ഇറങ്ങിയതിനെ കാട്ടി ഫാൻ ബേസ് ആണ് ഇപ്പൊ ആ ഒരു പടത്തിന്, അല്ലേ? തോന്നുന്നില്ലേ ട്രോൾസിലും റീൽസിലും ഒക്കെ? അതങ്ങ് സംഭവിച്ചു. ഐ മീൻ, ഞാൻ അതിന് മുമ്പ് VK പ്രകാശിന്റെ 2-3 സിനിമകളിൽ അഭിനയിച്ചതായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മൾട്ടി സ്റ്റാർ സിനിമ ഫുൾ സ്ലാപ്സ്റ്റിക് ഹ്യൂമർ വെച്ചിട്ട് കാർട്ടൂൺ സ്ലാപ്സ്റ്റിക് ഹ്യൂമർ പോലെ ചെയ്യാന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം അങ്ങനത്തെ ഒരു സാധനം നമ്മളാരും ചെയ്തിട്ടില്ല. അതിൽ കാണുന്ന ബാറ്റ്മാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ, ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് സിനിമയിൽ. പിന്നെ ഭയങ്കര ഒരു സ്ലാപ്സ്റ്റിക്, കുറച്ച് അനിമേറ്റഡ് പെർഫോമൻസസ് അല്ല, അതായത് നാച്ചുറൽ ഹ്യൂമർ, ഓവർ ദ ടോപ്പ് ഹ്യൂമർ ആണ്. അപ്പൊ അത് ഒരു ഡിഫറൻറ്റ് സാധനമാണ്. ഒന്ന് അറ്റംപ്റ്റ് ചെയ്യണം നോക്കണം വിചാരിച്ച് ചെയ്തതാണ്. ഈ പറഞ്ഞതുപോലെ അന്ന് അത് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് കുറേ ട്രോൾസും മീംസും ഇപ്പോഴും പിള്ളേർക്ക്, എൻ്റെ കുട്ടികൾ കണ്ട് അവരുടെ ഫേവറേറ്റ് ഫിലിമാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരാറുണ്ട്. സോ സം വേ ഇറ്റ് വർക്ക്ഡ്. സോ അതാണ് സിനിമ എപ്പോഴും
യുനോ സംടൈംസ് സം മൂവീസ് സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. ഇപ്പൊ നമ്മൾ ആ സമയത്ത് ഒരു കാർട്ടൂൺ സിനിമ പോലെ സിനിമ ചെയ്തു, അത് സബ്ജക്റ്റോ അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റോ അതിലായിരുന്നില്ല, സീൻ ടു സീൻ കുട്ടികളെ എന്റർടൈൻ ചെയ്യാന്ന് പറഞ്ഞ് ചെയ്തതാണ്. ഇന്നിപ്പോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ സോ ഇറ്റ് ഹാസ് സെർവ്ഡ് ഇറ്റ്സ് പർപ്പസ്. അതിനകത്ത് ആ രാത്രി പോകുമ്പോ വോയിസ് ചേഞ്ച് ചെയ്ത് സംസാരിക്കത്തില്ലേ? ഇന്ദ്രേട്ടൻ തന്നെയാണോ ചെയ്തത്? അത് ഞാൻ തന്നെ ചെയ്തത്. എങ്ങനെയായിരുന്നു ആ ശബ്ദം? അയ്യോ അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഏതായി പറയുന്നത്. നമ്മൾ ഒരുപോലെ നമ്മളെന്താ ഒരുപോലെ ഇരിക്കുന്നു. അത് ഓർമ്മയില്ല. ഓർമ്മയുണ്ട്, ഇപ്പൊ പറഞ്ഞത് ഓർമ്മയില്ല. കണ്ണാടി ശരിക്കും ഞാനന്ന് തിയേറ്ററിൽ ഒരുപാട് ചിരിച്ച് കണ്ടൊരു പടമാണ്. പിന്നീട് ഞാൻ വെച്ചാൽ എന്തുകൊണ്ട് ഈ പടം അത്രയും ഒരു ഇതായില്ല. പിന്നെ ഇപ്പോഴാണ് കൂട്ടുകാരൊക്കെ പറഞ്ഞത് ശരിക്കും അതൊരു ഫിലിം പടമായിരുന്നു കേട്ടാ എന്നുള്ളൊരു മൂഡില്. ഞാൻ കിടലം സിനിമ എന്നുള്ളതിന്റെ ഡെഫിനിഷൻസ് ഡിഫറെന്റ് ആണല്ലോ. നല്ലൊരു സ്ക്രിപ്റ്റ്, എൻഗേജിങ് അല്ലെങ്കിൽ കണക്ട്, അത് അങ്ങനെ ഒരു അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സിനിമയായിരുന്നില്ല, അങ്ങനെ തന്നെ ചെയ്തൊരു സിനിമയാണ്. സീൻ ടു സീൻ, ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ കാണുമ്പോൾ സീൻ ടു സീൻ ചിരിക്കുക, എന്റർടൈൻഡ് ആവുക, അങ്ങനെ ചെയ്തൊരു ഫിലിമാണ്, ഒരു ഫൺ ഫിലിം. ഓക്കെ, ശരിക്കും ഇനിയും അനുരാഗ് കശ്യപിന്റെ മൂവിയാണ് നെക്സ്റ്റ് വരാൻ പോകുന്നത് അല്ലേ? അനുരാഗിന്റെ സിനിമയുടെ ടൈറ്റിൽ ബന്ദർ എന്നാണ്. സോ ആ സിനിമ ഇപ്പൊ റീസെന്റ് ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്യായിരുന്നു. ഭയങ്കര നല്ല റിവ്യൂസ് ആയിരുന്നു അവിടെ. സോ സിനിമ ഇപ്പൊ അടുത്ത വർഷം ഫെബ്രുവരി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ കൺഫേംഡ് ആയിട്ടില്ല. തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം കശ്യപിനെ പോലെ ഒരു ഡയറക്ടറിനോട് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലക്കാണ്. കാരണം പണ്ട് തൊട്ടേ ഞാൻ അനുരാഗ് കശ്യപിന്റെ ഭയങ്കര ഒരു ഫാനാണ്. ഗാങ്സ് ഓഫ് വസേപൂർ, അഗ്ലി, ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും വസേപൂറൊക്കെ കണ്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അയ്യോ എനിക്ക് എപ്പോഴെങ്കിലും ഈ അനുരാഗിന്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യണം. കാരണം ഹിന്ദിയിൽ എപ്പോഴെങ്കിലും അഭിനയിക്കുന്നുണ്ടെങ്കിൽ അനുരാഗിന്റെ ഒരു സിനിമ ചെയ്യണം എന്നൊരു മനസ്സിൽ ഭയങ്കരമായ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി അനുരാഗിനെ കണ്ടപ്പോൾ ഫസ്റ്റ് ഒരു ദിവസം ഞാനിങ്ങനെ റാൻഡംലി ഇരിക്കുമ്പോൾ, കാരണം ഇതിനു മുമ്പ് 1-2 സീരീസിന്റെ കാര്യങ്ങളൊക്കെ വന്നിരുന്നപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ബോംബെ പോയി ഓഡിഷൻ ചെയ്തിരുന്നു. അത് കശ്യപ് അവർ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സീരീസ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ ചെയ്തു, പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അത് ആയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഡിഷൻസിന് വിളിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇനിയിപ്പോൾ ഞാൻ വേണ്ട, നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ, ഒരു ഡെസ്റ്റിനി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഞാൻ വർക്ക് ചെയ്തിരിക്കും, അനുരാഗ് കശ്യപിനോട് ഞാൻ വർക്ക് ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ അത് സ്ട്രോങ് ഒരു ബിലീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഔട്ട് ഓഫ് ദ ബ്ലൂ ഒരു മെസ്സേജ് റിംഗ് ടോൺ അടിച്ചപ്പോൾ നോക്കിയപ്പോൾ ഹായ് ദിസ് ഇസ് അനുരാഗ് കശ്യപ്, കൻ ഐ ടോക്ക് ടു യു എന്നൊരു മെസ്സേജ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് പൂർണ്ണിമയെടുത്ത് പറഞ്ഞു, കണ്ടോ ഞാൻ മാനിഫെസ്റ്റ് ചെയ്താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ എടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഐ എം ഡൂയിങ് എ ഫിലിം ആൻഡ് സോ ദർ ഇസ് ദിസ് ക്യാരക്ടർ ഇൻ ദറ്റ് ഫിലിം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻറ്റ് വേഷമാണ്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ടോക്ക് ടു യു അബൌട്ട് ഇറ്റ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസ്കഷൻ തുടങ്ങുന്നത്. പക്ഷെ ഭയങ്കര ശ്രദ്ധിക്കപ്പെടുന്നൊരു വേഷമായിരിക്കും. കാരണം കശ്യപിന്റെ സിനിമകളൊന്നും അങ്ങനെ നോർമൽ കൺവെൻഷണൽ കമേഴ്ഷ്യൽ സിനിമകളല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ പുള്ളിയുടെ എല്ലാ സിനിമകളിലെ എല്ലാ ക്യാരക്ടേഴ്സും ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തും വളരെ മിനിമൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ മെയിൻ ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്യുന്നത് ഒന്ന് ബോബി ദിയോളാണ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. പിന്നെ എൻ്റെ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്യാരക്ടറാണ്. പിന്നെ സാനിയ മൽഹോത്രയുണ്ട്, സബായുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ആക്ടേഴ്സ് ഉള്ള ഒരു സിനിമയാണ്, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഓക്കെ, ഈ പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ പാൻ വേൾഡ് വാക്കൊക്കെ വരുന്നതിന് കുറെ മുമ്പേ തന്നെ പാൻ വേൾഡ് ആയ ആളാണ് നമ്മുടെ നിശാന്ത് ഏട്ടൻ. ഏതാണെന്നറിയോ? പൈറേറ്റ്സ് അതിലേക്ക് എങ്ങനെയാ പോയെ? അതിന്റെ അകത്ത് എങ്ങനെയാ ഒരു അത് സണ്ണി ലിയോൺ അങ്ങനെ പറയുമ്പോ പാൻ ഇന്ത്യൻ സംഭവം. ഇംഗ്ലീഷ് മൂവി ആയിരുന്നു. അതെ അതെ അതെ, ഇംഗ്ലീഷ് അങ്ങനെയാണ്. അതെ അതെ അതെ, ഇംഗ്ലീഷ് ആയിരുന്നു അതിൽ യൂസ് ചെയ്ത ലാംഗ്വേജ്. എല്ലാവരും അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാണ്. അങ്ങനെയാണ് ഇംഗ്ലീഷ് മൂവി. എനിവേ അത് എന്താ പറയുക, ഒരു പുതിയൊരു ഡയറക്ടറായിരുന്നു പുള്ളി. പറഞ്ഞ പോലെ US എന്നുള്ളൊരു കക്ഷിയായിരുന്നു. ക്യാമറ ചെയ്തത് മലയാളി നമ്മുടെ രാമേന്ദ്ര ബാബു സാറായിരുന്നു ക്യാമറ. അതുപോലെ എൻ്റെ പ്രൊഡ്യൂസർ ഒരു മലയാളിയായിരുന്നു. ഏത് വർഷം? 2007. 2006 2007 ആ ഒരു സമയത്ത് ഒരു 3 കപ്പിൾസ് ഒരു ട്രഷർ ഹണ്ട്, അങ്ങനെ ഒരു മസ്കറ്റിൽ വെച്ചായിരുന്നു ഒരു ഷൂട്ട്. ഞങ്ങള് 2 പേരുമായിരുന്നു. അതെ. ഞാൻ ഇങ്ങനെ ഒരു റൂമർ കേട്ടു, നെക്സ്റ്റ് രാജുവേട്ടൻ ഡയറക്ട് ചെയ്യാൻ പോകുന്ന മൂവിയിൽ ഇന്ദ്രജിത്തേട്ടനാണ് ലീഡായിട്ട് വരുന്നത്. ശരിക്കും അതിൽ സത്യമുണ്ടോ? എന്താ അവിടെ ഞെട്ടുന്നത്? അത് റൂമറാണത്. ഞാനിത് അറിഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് എനിക്കോ പൃഥ്വിക്കോ അറിവില്ല. എങ്ങനെയാണ് ഈ ന്യൂസ് ഇങ്ങനെ പുറത്തു വന്ന് ഇങ്ങനെ ഒരുപാട് പേര് എനിക്കുള്ള മെസ്സേജ് അയച്ചു. ആക്ച്വലി
ചേട്ടാ ഇത് പ്രോജക്റ്റ് ഉള്ളതാണോ എന്ന് ചോദിച്ചിട്ട്. ഇനിയിപ്പോൾ പൃഥ്വിയുടെ മനസ്സിൽ അങ്ങനെ വല്ലതുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പൃഥ്വിയെടുത്ത് സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. പക്ഷെ ആ ഒരു തോട്ട് ഭയങ്കര കേൾക്കുമ്പോൾ ഒരു ഭയങ്കര കൗതുകമുണ്ട്. നടക്കട്ടെ എപ്പോഴെങ്കിലും. അതെ കേൾക്കുമ്പോഴാണ് ശരി അങ്ങനെ ഒരെണ്ണം പ്ലാൻ ചെയ്താൽ അല്ലേ, നമുക്ക് കാണാൻ എന്തൊരു ഇതായിരിക്കും. ഇന്ദ്രേട്ടൻ ഇനി എന്നായിരിക്കും ഒരു റൈറ്റ് ചെയ്തൊരു പടം ഡയറക്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇറ്റ് ഇസ് ദെയർ ഓൺ ദ കാർഡ്സ്. ഞാനത് ഇതിന് മുമ്പും ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സംവിധാനം അതുപോലെ സിനിമയുടെ മറ്റു മേഖലകളിലേക്ക് വെഞ്ചർ ചെയ്ത് അതൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ എൻ്റെ പ്രൈമറി പ്രൊഫഷൻ എന്ന് പറയുന്നത് അഭിനയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു സിനിമ സംവിധാനം ചെയ്യണം, ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ കുറച്ചു കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു സമയമില്ലേ ദാസാന്ന് പറഞ്ഞ പോലെ അതിൻ്റെ സമയം ഉരുത്തിരിച്ച് വരുമ്പോൾ അത് സംഭവിക്കും. ഇന്ദ്രന്റെ കൂടെ നമ്മൾ ആക്ട് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും ഈ മനുഷ്യൻ എന്തായാലും ഒരു പടം ഉടനെ നല്ലാതെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യും, ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാളാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അല്ല, എനിക്കൊരു ആക്ടേഴ്സ് ഇപ്പൊ നേരത്തെ അവന്തിക പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ നമ്മൾ മാത്രം നന്നായിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളും നന്നായിട്ട് പെർഫോം ചെയ്യണം. അപ്പോൾ ഒരു നമ്മൾ സംസാരിക്കുമ്പോൾ പിന്നെ അത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, അത് റിസെപ്റ്റീവായിട്ട് അത് നമ്മൾ പറയുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ആക്ടേഴ്സും കൂടി ആകുമ്പോൾ അത് അതെനിക്കൊരു എവിടെയും എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസ്പെക്റ്റ് ആണ്. ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് പുതിയ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളല്ലാതെ ഒരുപാട് പുതിയ, അപ്പൊ അവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും അല്ലെങ്കിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ചെറിയൊരു കൺഫ്യൂഷനും, പക്ഷെ അവർക്കൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതുപോലെ പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ റിസെപ്റ്റീവ് ആയിട്ടാണ് അവരൊക്കെ ഈസി ആകും ആർട്ടിസ്റ്റിനെ, കോ ആർട്ടിസ്റ്റ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ആക്ടേഴ്സ് ട്രെയിനിങ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എവിടെയോ എൻ്റെ മനസ്സിൽ ഇപ്പൊ പ്രോബ്ലി 22-23 വർഷത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്കൊരു കഴിവുള്ള ഒരാളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുത്ത് അയാളെ നന്നാക്കി മോൾഡ് ചെയ്ത് നല്ലൊരു ആക്ടറാക്കി എടുക്കാൻ ഒക്കെ എനിക്ക് പറ്റുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. സോ അത് ഞാൻ പരമാവധി ഇപ്പൊ ഈ സിനിമയിലും ഒരുപാട് പുതിയ ആൾക്കാർ ഓഡിഷൻ വഴി സെലക്ടഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ കൂടെ ഒക്കെ ചെയ്യുന്ന കോമ്പിനേഷൻ സീൻസിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് സിനിമയ്ക്ക് ഗുണം ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. നടക്കട്ടെ, അങ്ങനെ വല്ല നടക്കട്ടെ. ശരിക്കും ട്രൂ ഇൻസിഡന്റ് ആണോ ഈ ഒരു മൂവി? ട്രൂ ഇൻസിഡന്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടോ? അല്ല, ഇതൊരു ട്രൂ ഇൻസിഡന്റ് ബേസ്ഡ്. കാരണം ഞങ്ങൾ ഈ സ്റ്റോറി എഴുതിയത് ഒരു 4 years back എഴുതിയ സ്റ്റോറിയാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി നമ്മുടെ സമൂഹത്തിൽ സോഷ്യലി നടക്കുന്ന പല സംഭവങ്ങളുമായി ഇതിന് കണക്ഷൻ ഉണ്ട് ഉറപ്പായിട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് എഡിറ്റിംഗ് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സിനിമയിൽ നടന്ന ഒരു ഇൻസിഡന്റ് റിയലി നടന്നിട്ടുണ്ട്. എക്സാക്ട്ലി അത് ഭയങ്കര കോൺഫിഡന്റ്ലി പറഞ്ഞൊരു, കാരണം നമ്മൾ സിനിമ ഷൂട്ട് ചെയ്തു. സിനിമ ഈ പറഞ്ഞതുപോലെ സബ്ജക്ട് സ്ക്രിപ്റ്റ് ഒക്കെ നടന്നത് കുറച്ചു കാലം മുന്നെയാണ്. പക്ഷെ അതിനുശേഷം സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സിനിമയിലുള്ള പല ഇൻസിഡൻസും റിയൽ ലൈഫ് നടക്കുന്നതായിട്ട് പല ന്യൂസുകളിലും പത്രങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വൈ യു ഷുഡ് വാച്ച് ധീരം എന്ന് എങ്ങനെ പറയാൻ പറ്റും എല്ലാവർക്കും? ധീരം ഓഫ്കോഴ്സ് ഇതൊരു ഇന്റൻസ് ത്രില്ലറാണ്, ഭയങ്കര എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു ത്രില്ലറാണ്. ഉറപ്പായിട്ടും നിങ്ങൾ അത് ഇമോഷണലിയും കണക്ട് ചെയ്യും. അതുപോലെ തന്നെ ആ 2 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട്. ആ 2 മണിക്കൂർ 20 മിനിറ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് മുഖം തിരിക്കാതെ വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്ക് തരാൻ പറ്റും. ധീരം ഒരു കംപ്ലീറ്റ്ലി എന്റർടൈനിങ്, എൻഗേജിങ് ഒരു ന്യൂ മോഡ് ഓഫ് ത്രില്ലർ ആയിരിക്കും. സോ തീർച്ചയായിട്ടും ജനങ്ങളെ എഡ്ജ് ഓഫ് ദ സീറ്റിൽ ഇരുത്തി എന്റർടൈൻ ചെയ്യാൻ പോകുന്ന ഒരു സിനിമ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിതിന്, അതുപോലെ ഇതിലെ ടെക്നിക്കൽ ടീമിലുള്ള ക്യാമറമാൻ, ഒരുപാട് പുതിയ ആൾക്കാരുടെ ഒരു സംഗമം കൂടിയാണ്. അപ്പോൾ എക്സ്ട്രീംലി പാഷനറ്റ് ആയിട്ട് സിനിമയെ കാണുന്ന, അല്ലെങ്കിൽ നല്ല സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വന്ന് ഇവിടെ ഒരു മുദ്ര പതിപ്പിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയും കൂടിയാണ്. ഈവൻ ആക്ടേഴ്സിന്റെ കാര്യം എടുത്താലും അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ അത് പ്രത്യേകിച്ച് എടുത്തുകൊണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് ഹാരിസും റിമോഷും താരതമ്യേന, ഹാരിസിന്റെ ഫസ്റ്റ് ഫിലിമാണ്. റിമോഷ് ഇതിന് മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരും ഇപ്പൊ പുതിയ പ്രൊഡ്യൂസേഴ്സ് നേരിടുന്ന ഒരുപാട് ലിമിറ്റേഷൻസും ക്രൈസിസുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്ത് ഈ സിനിമയോടൊപ്പം ആദ്യം മുതൽ അവസാനം വരെ കട്ടക്കി നിന്ന്, ഇപ്പൊ പബ്ലിസിറ്റിയുടെ കാര്യമാണെങ്കിലും കഴിഞ്ഞ 10 ദിവസമായിട്ട് നമ്മൾ കേരളത്തിൽ നോർത്ത് സൗത്ത് ട്രാവൽ ചെയ്ത് നമ്മൾ അതിനൊക്കെ പ്രൊഡ്യൂസറിനെ കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം, നമ്മൾ ഇത്രയും വരെ കൊണ്ടുവരണം, ട്രാവൽ ചെയ്യണം. അപ്പോൾ അത് ഫുൾ ഇതുവരെ റിലീസിന്റെ സമയം വരെ നമ്മളോടൊപ്പം നിന്ന് ഈ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്ത പ്രൊഡ്യൂസേഴ്സ് അവരും പുതിയ ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് ഒരു കൊളാബറേഷനാണ് ഈ സിനിമ. ആൻഡ് നേരത്തെ ജിതിൻ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ നമ്മൾ എന്തൊക്കെയാണെങ്കിലും നാളെ സിനിമ ഇറങ്ങുമ്പോൾ അത് എവിടെയെങ്കിലും പ്രേക്ഷകൻ അത് കണക്ട് ആവണം. ആ രീതിയിൽ കണക്ട് ആവുന്ന ഒരു സാധനം ഈ സിനിമയിലുണ്ടെന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. അത് എൻഗേജിങ് ആക്കാൻ, അത് എന്റർടൈനിങ് ആക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി ഇനി പ്രേക്ഷകരാണ് പറയുന്നത്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ധീരം മൂവി മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്രൈം ത്രില്ലേഴ്സ് ആയിട്ട് മാറട്ടെ, ഹ്യൂജ് സക്സസ് ആയിട്ട് മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്. വർത്ത് വാച്ചിങ് ആണ്. ഓക്കെ, ചെറുതായിട്ട് തല കുലുക്കും. അതെ, ഓക്കെ. അപ്പം സക്സസ് ആയിട്ട് മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.